അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി രംഗത്തെത്തിയതോടെ ഇറാൻ US സംഘർഷം മൂർച്ഛിച്ചിരിക്കുകയാണ്. ഇറാന് ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വിലപ്പോകില്ലെന്നും തങ്ങൾക്ക് നേരെ ഇനിയും ഭീഷണി തുടർന്നാൽ തിരിച്ചടിക്കാൻ യാതൊരു മടിയുമുണ്ടാവില്ലെന്നും ആയത്തുള്ള അലി ഖമീനി പറഞ്ഞു. 1979 ഇറാനിയൻ വിപ്ലവത്തിന്റെ വാർഷികം ആചരിക്കുന്ന പരിപാടിയിൽ സൈനിക കമാൻഡർമാരുമായി സംസാരിക്കവെയായിരുന്നു ഖമീനി ട്രംപിന്റെ ഭീഷണിക്ക് മറുപടി നൽകിയത്. തന്നെ വകവരുത്താനാണ് ഇറാന്റെ ഉദ്ദേശ്യമെങ്കിൽ പിന്നെ ആ രാജ്യം തന്നെ ബാക്കിയുണ്ടാവില്ലെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഇറാനെതിരായ ഉപരോധം കർശനമാക്കുന്ന മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ച് സംസാരിക്കുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ ഈ ഭീഷണി. ഇറാൻ തന്നെ കൊലപ്പെടുത്തുകയാണ് എങ്കിൽ പിന്നെ ആ രാജ്യം തന്നെ ഉണ്ടാവില്ല, ഒന്നും അവശേഷിക്കില്ലെന്ന് ഓർമ്മ വേണം. അതിനുള്ള നിർദ്ദേശങ്ങൾ താൻ നൽകിയിട്ടുണ്ടെന്നായിരുന്നു മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ചുകൊണ്ടുള്ള ട്രംപിന്റെ ഭീഷണി. എന്നാൽ നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ തിരിച്ചും ഭീഷണി മുഴക്കുക തന്നെ ചെയ്യും. ഭീഷണി അവർ നടപ്പാക്കിയാൽ നമ്മളും തിരിച്ചടിക്കുമെന്ന് ഖമീനിയും വ്യക്തമാക്കി. അവർ നമ്മളെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നു, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു, ഭീഷണികൾ മുഴക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരെ ഒരാക്രമണമുണ്ടായാൽ അവരുടെ രാജ്യ സുരക്ഷയ്ക്ക് നേരെ ആക്രമിക്കാൻ യാതൊരു മടിയും ഉണ്ടാവില്ലെന്ന് ഖമീനി ആവർത്തിച്ചു വ്യക്തമാക്കി. അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് ബുദ്ധിപരമോ മാന്യമോ അല്ലെന്നും അത് ഇറാന്റെ ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ലെന്നും കൂടി ഖമീനി പറയുകയുണ്ടായി. തന്നെ വകവരുത്തിയാൽ പിന്നെ ഇറാൻ ഉണ്ടാവില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നതിനോടൊപ്പം തന്നെ ഇറാനെതിരായ നയങ്ങൾ കർശനമാക്കാനും പുതിയ നയങ്ങൾ രൂപപ്പെടുത്താനുമുള്ള എല്ലാ നടപടികളും അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞുവെന്നും കൂടി ട്രംപ് പറഞ്ഞിരുന്നു. ഇറാനെതിരായ നടപടിയിൽ തനിക്ക് വിഷമമുണ്ട്, അവരെ സംബന്ധിച്ച് ഇത് വളരെ കഠിനമായിരിക്കും, എന്നാൽ എല്ലാവരും താൻ ഉപരോധത്തിൽ ഒപ്പുവെക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇറാനെതിരെ കൈക്കൊണ്ട നടപടികൾ നിലവിൽ വീണ്ടും കർശനമാക്കുമെന്നും കൂടി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ അമേരിക്കയും ഇസ്രായേലും പദ്ധതിയിടുന്നു എന്ന വാർത്തയ്ക്ക് ഇറാൻ ശക്തമായ ഭാഷയിലായിരുന്നു നേരത്തെ മറുപടി നൽകിയിരുന്നത്. ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഏതൊരാക്രമണവും യുദ്ധത്തിലാണ് അവസാനിക്കുക എന്നാണ് ഇറാന്റെ താക്കീത്. ആ നീക്കം അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അബദ്ധമായിരിക്കുമെന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതിന് അമേരിക്ക മുതിരുമെന്ന് തോന്നുന്നില്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ പ്രത്യാക്രമണത്തിൽ പണ്ടത്തെ പോലെ കാലതാമസമൊന്നും ഉണ്ടാകില്ല എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ആയത്തുള്ള അലി ഖമീനി തന്നെ ട്രംപിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്.